നമസ്കാരം. വണ്ടിപ്പെരിയാറിലെ 6 വയസ്സുകാരിയുടെ കൊലപാതകം സാംസ്കാരിക കേരളത്തെ ഞെട്ടിപ്പിക്കുന്നതാണ്. പിഞ്ചു കുഞ്ഞിനോട് പോലും ലൈംഗിക അതിക്രമം കാണിച്ചവരും ഡിവൈഎഫ്ഐ നേതാവാണ്. പ്രതി സഖാവായതുകൊണ്ട് തന്നെ മെഴുകുതിരി കത്തിക്കാനോ സമരം ചെയ്യാനോ കൊന്നു കെട്ടിത്തൂക്കിയവനെതിരെ പ്രതികരിക്കാനോ പ്രബുദ്ധ പ്രതികരണ തൊഴിലാളികൾ മടിക്കും. ഈ വിഷയത്തിൽ ശക്തമായി മുന്നോട്ട് വന്നത് യുവമോർച്ച മാത്രമാണ്. യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ പ്രഫുൽ കൃഷ്ണൻ തത്വമൈ ന്യൂസിനോട് പ്രതികരിച്ചു. കേസ് പോലെ വണ്ടിപ്പെരിയാർ കേസും അട്ടിമറിക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നതായി സംശയിക്കേണ്ടിയിരിക്കുന്നു. 6 വയസ്സുകാരിയായിട്ടുള്ള പിഞ്ചുകുട്ടിയെ പീഡിപ്പിച്ച് കൊന്ന കേസുമായി ബന്ധപ്പെട്ട് സംശയമുള്ള ചില ആളുകളെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ ശ്രമിച്ച സമയത്ത് അവിടുത്തെ പ്രാദേശിക MLA ഇടപെട്ടുകൊണ്ട് അത്തരം ആളുകളെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ള തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയെന്നാണ് ഇന്നലെ വണ്ടിപ്പെരിയാറിൽ പോയ സമയത്ത് അവിടുത്തെ പ്രദേശവാസികൾ നമ്മളോട് സംസാരിച്ചത്. അപ്പോ വാളയാർ കേസിൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ ഉണ്ടായിരുന്ന കേസാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പോലും കൃത്യമായും കൊലപാതകത്തിന്റെ സാധ്യതകളെ തുറന്നു കാണിച്ചിട്ടുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ കേസ് അന്വേഷിച്ച് വന്നപ്പോൾ നമ്മൾ കണ്ടത് എല്ലാ തെളിവുകളും നശിപ്പിക്കപ്പെടുകയാണ്, എല്ലാ സാഹചര്യ തെളിവുകളും ഇല്ലാതാക്കുകയാണ്. അതേ സാഹചര്യമാണ് ഇപ്പോൾ വണ്ടിപ്പെരിയാർ കേസിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും കേസുമായി ബന്ധപ്പെട്ടിട്ട് ആ അന്വേഷണം കൃത്യമായ രീതിയിലാണ് നടക്കുന്നത് എന്നുള്ളത് സംശയം തന്നെയാണ്. ഇതുവരെയായിട്ടും കേരളത്തിലെ ഒരൊറ്റ മന്ത്രിമാരും ഇത്രയും ദാരുണമായ സംഭവം ഉണ്ടായിട്ടും കേരളത്തിലെ ഒരൊറ്റ മന്ത്രിമാർ ആ വീട് സന്ദർശിക്കാൻ അവരുടെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാൻ തയ്യാറായിട്ടില്ല. അതൊന്നും മനസ്സിലാക്കുന്നത് ഇതിന് മുഖ്യ പ്രതിയായിട്ടുള്ള ആളെന്ന് പറയുന്നത് പ്രദേശത്തെ ഡിവൈഎഫ്ഐ നേതാവാണ്. ഡിവൈഎഫ്ഐയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായിട്ട് നേതൃത്വം കൊടുക്കുന്ന ആളാണ്. അതുകൊണ്ട് പാർട്ടി പ്രവർത്തകരെ സംരക്ഷിക്കുക എന്നുള്ള നയമാണ് ഇന്ന് CPM സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകന്മാരാണ് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളിൽ, സ്ത്രീപീഡനങ്ങളിൽ, ബാലപീഡനങ്ങളിൽ, സ്വർണ്ണ കവർച്ചയിൽ, സ്വർണ്ണക്കടത്തിൽ, ഇത്തരത്തിലുള്ള എല്ലാ അനാശാസ്യ പ്രവണതകളിലും നേതൃത്വം വഹിക്കുന്നത്, മുഖ്യ പ്രതികളായി മാറുന്നത് ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകന്മാരാണ്. ഡിവൈഎഫ്ഐ ഇന്ന് എത്തി നിൽക്കുന്ന ക്രിമിനൽ വൽക്കരണത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് വണ്ടിപ്പെരിയാറിൽ ഉണ്ടായിട്ടുള്ള സംഭവം. അതിനെ പ്രതിചേർക്കപ്പെട്ടിട്ടുള്ള ഡിവൈഎഫ്ഐക്കാരൻ. ഞങ്ങൾക്ക് യുവമോർച്ചയ്ക്ക് പറയാനുള്ളത് സംഭവത്തിൽ വളരെ വലിയ ദുഃഖം രേഖപ്പെടുത്തുകയാണ്. കാരണം ഇന്നലെ ആ വീട്ടിൽ പോയ സമയത്ത് ആ കുട്ടിയുടെ അച്ഛനുമായും അമ്മയുമായും സംസാരിച്ച സമയത്ത് ഹൃദയം നിറങ്ങുന്ന വേദനയോട് കൂടിയിട്ടാണ് അത് കേട്ട് നിൽക്കേണ്ടി വന്നിട്ടുള്ളത്. അത്രമാത്രം ദയനീയമായിരുന്നു, ദാരുണമായിരുന്നു ആ സംഭവം. കേരള മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവമാണ്. പക്ഷേ ഇത്രയും ദാരുണമായ ഒരു സംഭവം നടന്നിട്ട് കേരളത്തിലെ സാംസ്കാരിക നായകന്മാർക്ക് മുണ്ടാട്ടമില്ല. എന്തിനും ഏതിനും പ്രതികരിക്കുന്ന, ഉത്തരേന്ത്യയിൽ ഒരു കാക്ക പറന്നാൽ പ്രതികരിക്കുന്ന സാംസ്കാരിക നായകന്മാർ, സ്വയം അവരോധിത സാംസ്കാരിക നായകന്മാർ എന്തുകൊണ്ടാണ് വണ്ടിപ്പെരിയാറിലെ ഈ വിഷയത്തിൽ പ്രതികരിക്കാത്തത്? കേരളത്തിലെ ചില സിനിമാ പ്രവർത്തകന്മാരുണ്ടല്ലോ, വലിയ വായിൽ സംസാരിക്കുന്ന സിനിമാ പ്രവർത്തകർ. അത്തരം പ്രവർത്തകന്മാരുടെ മിണ്ടാട്ടം നിലച്ചുപോയതെന്താണ്? അപ്പോ ചെങ്കൊടിക്ക് താഴെ നട്ടലും നാവും പണയം വെച്ച ചില സാംസ്കാരിക പ്രവർത്തകന്മാരുണ്ട്, സിനിമാ പ്രവർത്തകന്മാരുണ്ട്. അത്തരം പ്രവർത്തകന്മാരുടെ, സാംസ്കാരിക പ്രവർത്തകന്മാരുടെ വീടുകളിലേക്ക് കൂടി യുവമോർച്ച ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ്. ഇന്ന് വൈകിട്ട് കേരളത്തിൽ മുഴുവൻ സ്ഥലങ്ങളിലും, ജില്ലാ കേന്ദ്രങ്ങളിൽ, മണ്ഡലം കേന്ദ്രങ്ങളിൽ, പഞ്ചായത്ത് തലങ്ങളിൽ, വീടുകളിൽ, എല്ലാ സ്ഥലങ്ങളിലും യുവമോർച്ചയുടെ പ്രതിഷേധാഗ്നി തെളിയിച്ചുകൊണ്ടുള്ള വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ വരും ദിവസങ്ങളിൽ വായ തുറക്കാത്ത, നാവ് പണയം വെച്ച, നട്ടലില്ലാത്ത, സ്വയം അവരോധിത സാംസ്കാരിക നായകന്മാരുടെ വീടുകളിലേക്ക് കൂടി യുവമോർച്ച മാർച്ചുകൾ സംഘടിപ്പിക്കും. വലിയ രീതിയിലുള്ള ജനകീയ പ്രതിഷേധം ഈ വണ്ടിപ്പെരിയാർ സംഭവത്തിൽ ഉണ്ടാകണം. വാളയാറിൽ നിന്ന് വണ്ടിപ്പെരിയാറിലേക്ക് എത്തി നിൽക്കുകയാണ്. ഓരോ സംഭവം കഴിയുന്നതോറും ഇത് അവസാനത്തേതാകും എന്ന് എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്, പ്രതീക്ഷിക്കുകയാണ്. പക്ഷേ ഇവിടുത്തെ കൊലപാതകികൾക്ക്, പീഡകന്മാർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന കാഴ്ച അത് CPMന്റെ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്വർണ്ണ കള്ളക്കടത്ത് കേസിലെ പ്രതികളെ സംരക്ഷിക്കുന്നത്, TP വധക്കേസിലെ പ്രതികളെ സംരക്ഷിക്കുന്നത്, ഇത്തരത്തിൽ ക്രിമിനൽ സംഘങ്ങളുടെ സംരക്ഷിക്കുന്ന പാർട്ടിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറിയിരിക്കുന്നു എന്നുള്ളത് കൂടി ഈ അവസരത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്.
വണ്ടിപ്പെരിയാറിലെ ആ പിഞ്ചു കുഞ്ഞിനെ ക്രൂരമായി പീഡിപ്പിച്ച് കൊന്നു കെട്ടിത്തൂക്കിയ നരാധമനെതിരെ ഇതുവരെയും പ്രതികരിക്കാത്ത കപട ഫെമിനിസ്റ്റുകളും സെലക്ടീവ് പ്രതികരണ തൊഴിലാളികളും കണ്ണു തുറന്നു കാണുക. ആ കുഞ്ഞിനു വേണ്ടി ശബ്ദിക്കാൻ യുവമോർച്ചയുണ്ട്. നെറുകേടുകൾക്കെതിരെ പ്രതിഷേധാഗ്നി തെളിയിക്കാൻ യുവമോർച്ച പ്രവർത്തകർ ഒരുങ്ങിക്കഴിഞ്ഞു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.